ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തൃശൂർ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടൻ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ പ്രതിഷേധമാണ് ഇപ്പോഴും അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിലെ പ്രധാന നേതാക്കളെ സംബന്ധിച്ച് തൃശൂർ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം പരിഹരിക്കുക എന്നത് അവർക്കൊരു തലവേദനയായി മാറുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മുൻ എം പി ടി.എൻ. പ്രതാപനെതിരെയാണ് DCC ഓഫീസിന്റെ മതിലിലും പ്രസ് ക്ലബ് പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൽ പ്രതാപനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നാണ് പോസ്റ്ററിൽ പറയുന്ന ആവശ്യം. തോൽവിയിൽ VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടത്താനിരിക്കെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ. തൃശൂർ പ്രസ് ക്ലബിന് മുമ്പിൽ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പ്രതാപൻ കോൺഗ്രസിനെയും അണികളെയും വഞ്ചിച്ചു, പാർട്ടിയെ ഒറ്റുകൊടുത്ത RSS സംഘപരിവാർ ഏജന്റാണ് ടി.എൻ. പ്രതാപൻ തുടങ്ങിയ കാര്യങ്ങളും പോസ്റ്ററിലൂടെ ആരോപിക്കുന്നു. പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നതിനും DCC മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിനും നിലവിൽ വിലക്കുണ്ട്. തൃശൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക അധ്യക്ഷനായി V. ശ്രീകണ്ഠൻ MP ചുമതലയേറ്റതിന് പിന്നാലെയാണ് നിർദ്ദേശം നൽകിയത്. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം പ്രവർത്തകർ പോസ്റ്റർ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തിയത്. തൃശൂരിലെ തോൽവി പഠിക്കാൻ KC ജോസഫ് ഉപസമിതി ഇന്ന് ജില്ലയിലെത്തും. കൂടാതെ രാവിലെ മുതിർന്ന നേതാക്കളുമായി ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഭാരവാഹികളുടെ പരാതി കേൾക്കും. പ്രവർത്തകർക്ക് നേരിട്ട് പരാതി അറിയിക്കാം. തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതലയിലേക്ക് VK ശ്രീകണ്ഠൻ MPയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നടന്ന കൂട്ടത്തല്ലിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം തൃശൂർ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരും തൃശൂർ UDF ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചിരുന്നു. അതേസമയം തന്നെ തൃശൂരിന് പിന്നാലെ തിരുവനന്തപുരത്തും അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയെ മാറ്റാനാണ് പാർട്ടിയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിലാണ് ഈ തീരുമാനം. 18 സീറ്റുകളിൽ വിജയം നേടാനായെങ്കിലും പലയിടത്തും വോട്ട് ചോർച്ച ഉണ്ടായത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ വോട്ട് ചോർച്ച ഉണ്ടായ 2 മണ്ഡലങ്ങളായിരുന്നു തൃശൂരും തിരുവനന്തപുരവും, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ. ഈ രണ്ടിടത്തും ഇത്തവണ BJP വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയെ നീക്കി പകരം യുവ നേതാക്കളെ പരിഗണിച്ചേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മുൻ MLA KS ശബരിനാഥൻ, JS അഖിൽ, RV രാജേഷ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. ചെമ്പഴന്തി അനിൽ, ആനാട് ജയൻ എന്നിവരുടെ പേരും ഇവർക്കൊപ്പം പരിഗണനയിലുണ്ട്. BJPക്ക് ഏറ്റവും വലിയ നേട്ടം ലഭിച്ച മണ്ഡലമായിരുന്നു തൃശൂരും തിരുവനന്തപുരവും. സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ വിജയിച്ച BJP കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച തിരുവനന്തപുരത്തും വലിയ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ V. മുരളീധരനും. പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂർ DCC നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയ സാഹചര്യവുമുണ്ടായി. എന്തായാലും ജൂൺ 20 ചേരുന്ന DCC യോഗത്തിൽ നിർണായക തീരുമാനങ്ങളായിരിക്കും പാർട്ടി എടുക്കുന്നത്.